മോദി തരംഗവും മോദി ഗ്യാരണ്ടിയും ഒക്കെ കൊള്ളയാണെന്ന് തെളിഞ്ഞു. മോദി ഗ്യാരണ്ടിക്ക് ഒരു വിലയും വോട്ടർമാർ കൊടുത്തില്ല ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. മോദി തരംഗവും ഇല്ലാതായി മാറി. മോദി ഫാക്ടർ എന്നുള്ളത് ചരിത്രമായി മാറി. ഇപ്പോൾ ഘടകകക്ഷികളുടെ പിൻബലത്താൽ മോദി ഭരിക്കുന്നു. ഏത് നിമിഷവും താഴെ വീഴാവുന്ന പതനം, താഴെ വീഴാവുന്ന ഭരണം. അതിനിടയിലാണ് യോഗിയും മോദിയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ വന്നിരിക്കുന്നത്. ഒരു കാലത്ത് ഏകശിലാ ഫലകങ്ങൾ പോലെ നിന്നവരാണ് യോഗിയും മോദിയും. യോഗിയുടെ ബുൾഡോസർ ഭരണത്തിന് കയ്യടി കൊടുത്ത വ്യക്തിയാണ് മോദി. ബുൾഡോസർ ഉപയോഗിച്ച് ന്യൂനപക്ഷങ്ങളുടെ ഭവനങ്ങൾ യോഗി ഇടിച്ചു നിരത്തുമ്പോൾ അതിന് എല്ലാ പിന്തുണയും കൊടുത്തു മോദി. ബ്രിജ്ഭൂഷൺ എന്ന പെണ്ണുപിടുത്തക്കാരനെ യോഗി സംരക്ഷിച്ചപ്പോൾ അതിനും പിന്തുണ കൊടുത്തു മോദി. യോഗിയുടെ സകലവിധ വൃത്തികേടുകൾക്കും പച്ചക്കൊടി കാണിച്ച മോദിക്ക് ഇപ്പോൾ യോഗി ഭസ്മാസുരനായി മാറിയിരിക്കുന്നു. ഉത്തർപ്രദേശിൽ യോഗി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് അവിടുത്തെ മുതിർന്ന ബിജെപി നേതാക്കൾ വന്നിരിക്കുന്നു. ഉത്തർപ്രദേശിലെ സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ള നേതാക്കൾ, ഉപമുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ ഒക്കെ വന്നിരിക്കുന്നു യോഗി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട്. ഉത്തർപ്രദേശിലെ സംസ്ഥാന അധ്യക്ഷനും ഉപമുഖ്യമന്ത്രിയും ഒക്കെ മോദിയെ പിന്താങ്ങുന്നവരാണ്. ഈ സാഹചര്യത്തിൽ ആര് ഇനി ബിജെപിയിൽ ഉണ്ടാകും എന്ന ചോദ്യത്തിനും വളരെ പ്രസക്തിയുണ്ട്. മോദി ഇപ്പോൾ ബിജെപിയിൽ കരുത്തം തന്നെയാണ്. ഘടകകക്ഷികളെ ഒരുമിച്ച് നിർത്തുന്നത് മോദിയാണ്. ജെഡിയുവും ടിഡിപിയും എൽജെഡിയും ഒക്കെ, ചിരാഗ് പാസ്വാന്റെ എൽജെഡിയും ഒക്കെ മോദിക്ക് പിന്നിൽ അണിനിരക്കുമ്പോൾ മോദിയെ പെട്ടെന്ന് അട്ടിമറിക്കാൻ പറ്റില്ല. പക്ഷേ സംഘപരിവാറിന്റെ ശക്തമായ പിന്തുണ യോഗിക്കുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. സംഘപരിവാർ ഒറ്റക്കെട്ടായി യോഗിക്ക് പിന്നിൽ അണിനിരന്നിരിക്കുന്നു. മോഹൻ ഭാഗവത് മോദിയെ നിശിതമായി വിമർശിച്ചത് ശ്രദ്ധേയം. ആർക്കും മനുഷ്യദൈവമാകാനൊന്നും പറ്റില്ലെന്നും ദൈവമെന്ന് ചമഞ്ഞു നടക്കുന്നത് ശരിയല്ലെന്നും ഒക്കെയാണ് മോഹൻ ഭാഗവത് പറഞ്ഞത്. അത് മോദിക്കിട്ടൊരു കൊട്ടായിരുന്നു. ഇപ്പോൾ സംഘപരിവാർ ഒന്നടങ്കം യോഗിക്ക് പിന്നിൽ അണിനിരക്കുമ്പോൾ ബിജെപിയിൽ ഇനി ആരുടെ രാജവാഴ്ചക്കാലം? മോദി വിജയിച്ചു കയറുമോ? യോഗി മോദിയെ തള്ളി താഴെയിടുമോ? ഈ ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. യോഗി മോദിയെ തള്ളി താഴെയിടാൻ ശ്രമിച്ചാൽ സംഘപരിവാർ കൂടെ നിൽക്കും. കാരണം അവർക്കാവശ്യം യോഗിയെ പോലെയുള്ള ഒരു ഏകാധിപത്യവും ക്രൗര്യതയും ഒക്കെ ഒരുമിച്ച് ചേരുന്ന ഒരു വ്യക്തിത്വമാണ്. ഏകാധിപതിയും ക്രൂരതയും അതൊക്കെയാണ് യോഗിയുടെ മുഖമുദ്ര. മാത്രമല്ല സന്യാസിയാണെന്ന ഒരു ഇമേജും ഉണ്ട്. ഇന്ത്യയെ പൂർണ്ണമായും ഹിന്ദുമത രാഷ്ട്രമാക്കാൻ യോഗിക്ക് കഴിയുമെന്ന് സംഘപരിവാർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അവർ യോഗിക്ക് സപ്പോർട്ട് ചെയ്യുന്നു ഈ സന്ദർഭത്തിൽ. എന്തായാലും രണ്ടിലൊരാളുടെ വീഴ്ച ഉറപ്പ്. അത് മോദിയാകുമോ യോഗിയാകുമോ എന്നാണ് അറിയേണ്ടത്. യോഗി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ഉത്തർപ്രദേശിലെ മോദി വിഭാഗം നേതാക്കൾ കടുത്ത പ്രക്ഷോഭത്തിലാണ്. പുറമേ അവർ കാണിക്കുന്നില്ലെങ്കിലും അവരുടെ മനസ്സിന്റെ ഉള്ളിൽ പ്രക്ഷോഭമുണ്ട്. യോഗി രാജിവെക്കണമെന്ന് മോദി വിഭാഗം നേതാക്കൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടു. പക്ഷേ യോഗി അതിനോട് പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹം RSSന്റെ നേതാക്കളുമായി ചർച്ചകളുമായി മുന്നോട്ട് പോകുന്നു. രണ്ടിലൊരാൾ വീഴും എന്നുള്ളത് ഉറപ്പ്. രണ്ടിലൊരാൾ തെറിക്കും എന്നുള്ളത് ഉറപ്പ്. ഒന്ന് ആലോചിച്ച് നോക്കണേ. രണ്ടും കൂടെ ഒരുമിച്ച് നിന്നാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ യുദ്ധം ചെയ്തത് കഴിഞ്ഞ കാലങ്ങളിൽ. ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തിയത് കഴിഞ്ഞ കാലങ്ങളിൽ. ന്യൂനപക്ഷങ്ങളെ ബുൾഡോസർ ഉപയോഗിച്ച് ന്യൂനപക്ഷങ്ങളുടെ വീടുകൾ ഇടിച്ചു നിരത്തിയത്. അല്പം ഗോമാംസം ഭക്ഷിച്ചുപോയി എന്ന കുറ്റത്തിന് ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടത്തിയത്. ഇതൊക്കെ യോഗി നടത്തുമ്പോൾ മോദി കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. ഇപ്പോൾ യോഗി മോദിക്ക് ഭസ്മാസുരനായി മാറുമ്പോൾ മോദി തന്ത്രങ്ങളുടെ പണിപ്പുരയിലാണ്. സംഘപരിവാർ മോദിയെ തള്ളിക്കളഞ്ഞ് യോഗിയെ സംരക്ഷിക്കുന്ന നിലപാടെടുക്കുമ്പോൾ മോദി തന്റെ സർക്കാരിനെ എങ്ങനെയെങ്കിലും താങ്ങി നിർത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്.